ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അഡിയോസ് അമീഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. അത് ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ OTT ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് സുരാജും ആസിഫ് അലിയുമാണ്. ഇവർ രണ്ടാളുമാണ് ഈ സിനിമയിൽ ഒരു 99% ഉള്ളത് എന്ന് പറയാം. ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് വന്നു പോകുന്നു ഓരോരോ ക്യാരക്ടേഴ്സായിട്ട് എന്നേ നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ ഒരു രണ്ട് കഥാപാത്രങ്ങളുടെ ഒരു ലക്കും ലഗാനും ഇല്ലാത്ത ഒരു യാത്രയാണ് ഈ ഒരു സിനിമ. അതായത് സുരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രയിലേക്ക് പുറപ്പെടുകയാണ്. കാരണം സുരാജിൻ്റെ അമ്മ സുഖമില്ലാതാവുകയും അതിനു വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കാണാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഈ ഒരു വ്യക്തി, ഈ ആസിഫ് അലി അവതരിപ്പിച്ച ഈ ഒരു കഥാപാത്രത്തെ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത്. അതായത് വളരെ അപരിചിതമായിട്ട്, അതായത് സുരാജിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായ വാങ്ങിച്ച് കുടിക്കാൻ വരെ പൈസ ഇല്ലാത്ത ഒരാളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കാരണം അതിന് വരെ ഒരു ഇതില്ല. അപ്പോൾ ആ ഒരു ആളുടെ മുമ്പിൽ ഇങ്ങനെ ഒരാൾ, അതായത് ആരാണെന്ന് നമുക്ക് ചിലപ്പോൾ ഇയാളെ വിവരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ സുരാജിൻ്റെ ക്യാരക്ടറിന് ഒരു ദൈവമായിട്ടായിരിക്കും കാണാൻ പറ്റുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അത്ഭുതമായിട്ടായിരിക്കും ചിലപ്പോൾ കാണാൻ പറ്റുക. ഇത്തരം ആൾക്കാരെയൊക്കെ ജീവിതത്തിൽ കാണാൻ പറ്റുമായിരിക്കാം ചിലപ്പോൾ. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ. അപ്പോൾ ഈ ആസിഫ് അലി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം സുരാജിൻ്റെ അടുത്തോട്ടേക്ക് വന്ന് പെടുകയാണ്. എന്നിട്ട് അവരൊരു യാത്ര അങ്ങ് പോവുക. അപ്പോൾ സുരാജ് ആ ഒരു യാത്രയിലേക്ക് ആസിഫിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പണം കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്, എന്തെങ്കിലും ഒരു സഹായം ഇയാളുടെ നിന്ന് കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയിൽ ഉണ്ടാവുന്ന അൺഎക്സ്പെക്റ്റഡ് ടേൺസും അവരുടെ ഫ്രണ്ട്ഷിപ്പ് ബിൽഡാവുന്നതും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം കെയർ ചെയ്യുന്നതും ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നൊരു സഹായവും അതൊക്കെയാണ് ഈ സിനിമയിൽ ബേസിക്കലി പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തോട്ടേക്ക് ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നില്ല. പിന്നെ ആസിഫിൻ്റെ ഒരു ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് ഒരു 35 ഉള്ള ഒരു 40s ഉള്ള ഒരു കൈൻഡ് ഓഫ് ഒരു മെച്വേർഡ് കൈൻഡ് ഓഫ് ഒരു ലുക്കാണ്. സാധാരണ ഉള്ളൊരു പയ്യൻ ലുക്കല്ല ആസിഫ് ഈ സിനിമയിൽ പിടിച്ചിരിക്കുന്നത്. ഒരു വേറൊരു കൈൻഡ് ഓഫ് ലുക്കാണ്. രണ്ടാളും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ലൈറ്റ് വാച്ചിങ്, ഒരു ലൈറ്റ് ഫാമിലി മൂവി അങ്ങനെ പറയാൻ പറ്റും. ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി. ഈ സിനിമയുടെ ഒറ്റൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ റൺ ടൈം തന്നെയാണ്. ഏകദേശം 2.5 മണിക്കൂറോളം നേരെ ഈ സിനിമ ഉണ്ട്. അതായത് OTTയിൽ ഇരുന്നിട്ട് അത്രയും നേരം ഇങ്ങനെ ഒരേ സബ്ജക്റ്റ് നമുക്ക് അറിയാം, എന്തെങ്കിലും ഒരു സംഭവം നടക്കും, സുരാജിന് ഇയാളെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക്, ആസിഫ് എന്നുള്ളൊരു വ്യക്തിക്ക് എന്തെങ്കിലും ലൈഫിൽ വേറെ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഹെൽത്ത് വൈസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇയാളിങ്ങനെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ യാത്ര ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ആസ് എ പ്രേക്ഷകൻ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലോട്ടേക്ക് വരും. പക്ഷെ അങ്ങനെയായിട്ടൊന്നും കാണിക്കുന്നില്ല. എന്നിട്ടും എന്താ പറയുക, ഈ സിനിമയുടെ റൺ ടൈം ഇത്രത്തോളം വേണ്ടിയിരുന്നോ എന്നുള്ള കാര്യം എനിക്ക് കുറച്ച് സംശയമുണ്ട്. കാരണം 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് പോയിട്ട് തിയേറ്ററിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ ഒരു 3.5 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂർ എന്തായാലും ഒരു ആവറേജ് ആൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഭയങ്കര ടൈമാണ് ഇന്നത്തെ കാലത്തിൽ. കാരണം അറ്റൻഷൻ സ്പാൻ അത്രയും കുറവാണെന്ന് നമുക്കറിയാം. പിന്നെ ആ ഒരു സമയത്ത് ഇത്രത്തോളം ലെങ്ത് ഒന്നും ഈ സിനിമയ്ക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 1:45 മറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ട്രിംഡ് ആയിട്ട്, കുറച്ചും കൂടി ഉള്ള ഒരു ക്വാളിറ്റി ഉള്ളൊരു കണ്ടന്റ് ആ ഒരു ടൈമിൽ നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതിനുള്ളതൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബേസിക്കലി ഈ സിനിമയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. അത്യാവശ്യം നല്ലൊരു ലൈറ്റ് വാച്ചിങ്, OTT വാച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ. തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം എൻജോയ് ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്കുള്ള സംഭവമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് നല്ല ചെറിയ നല്ല മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യൂ. ഇതുപോലെയുള്ള ക്രിട്ടിക്കൽ റിവ്യൂസ് കാണാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.